കെ.ജി. ജ്യോതിർ ഘോഷ് ഹൈക്കമാൻഡാണ് ഈ കൂളിംഗ് പീരീഡ് നിർദ്ദേശിച്ചത്. അത് യഥാർത്ഥത്തിൽ ഒരു ടൈം ബൈയിങ് അല്ലേ? എനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡിന് കൃത്യമായൊരു പ്ലാൻ, കൃത്യമായൊരു പേര്, പുനർവിചിന്തനമില്ലാത്തൊരു പേര് ഹൈക്കമാൻഡിന് മുമ്പിലുണ്ട്. അത് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധങ്ങളെയും അസ്വാരസ്യങ്ങളെയും ഒക്കെ ഡിഫ്യൂസ് ചെയ്യണം എന്ന ഒരർത്ഥത്തിൽ 2-3 ദിവസം മാറ്റുക എന്നൊരു സ്ട്രാറ്റജി ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ചതാകുമോ? സംശയം. നമ്മൾ ഇപ്പം ഈ കേരളത്തിലൊക്കെ ഒരുപാട് പേര് ഇപ്പം ഗോതമ്പ് കൂടുതൽ കഴിക്കാറുണ്ട്, എന്നാലും അരിയാഹാരം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയേ ഉള്ളൂ. ആ സാമാന്യ ബുദ്ധി വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഈ മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ല. ഈ മന്ത്രിസഭ രൂപീകരണത്തിന് മുമ്പ് തന്നെ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു. അതായത് ഗംഭീരമായിട്ട് മത്സരം നടത്തുക. UDFന് ഇപ്പം അനുകൂലമായ സാഹചര്യമാണെങ്കിൽ ആ അനുകൂലമായ സാഹചര്യം ഗംഭീരമായി ഉപയോഗിക്കുക. അതിനെ നയിക്കുന്ന ആരാണോ ആ നയിക്കുന്ന വ്യക്തിയെ കൊണ്ട് തന്നെ നയിപ്പിക്കുക. എന്നിട്ട് വിജയിച്ചു വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത് ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തീരുമാനിച്ച കാര്യമാണ്. ഇത് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ട് അറിയാം, അതല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയ്ക്കും അറിയാം, KC വേണുഗോപാലിനും അറിയാം. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്. ഹൈക്കമാൻഡ് നേരത്തെ തീരുമാനിച്ചതാണ്. ആ തീരുമാനം എടുത്തതിന് ശേഷമാണ് പിന്നീട് ഈ സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയിക്കലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കലും ഒക്കെ നടന്നിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം നമ്മളുടെ ചർച്ചാ വിഷയത്തിലുണ്ടായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞത് കോൺഗ്രസ്സിന് ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു പാർട്ടിയാണ്, അതിനൊരു പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് തീരുമാനമെടുക്കും. ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനത 102 സീറ്റ് UDFന് നൽകി, അതിൽ 63 സീറ്റ് കോൺഗ്രസിനാണ് നൽകിയത്. അപ്പോൾ ആ പ്രൊസീജിയർ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ കക്ഷി കൂടിയിട്ട് ആ നിയമസഭാ കക്ഷിയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ ഹൈക്കമാൻഡിലേക്ക് കൊടുക്കുന്നു. അവിടെ വേണമെങ്കിൽ പ്രോസസ്സ് എന്ന് പറയാം, ഹൈക്കമാൻഡിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് പറയാം. പക്ഷേ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇതാണ് വളരെ വ്യക്തമായിട്ടുള്ള പ്രോസസ്സല്ലേ. ജനാധിപത്യ സംവിധാനമാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 63 പേരിൽ നിന്ന് ഒരാളെ എടുക്കുന്നു. ആരെ എടുത്തോട്ടെ, ഏറ്റവും ജൂനിയറായിട്ട് അല്ലെങ്കിൽ സമർത്ഥനാണെന്ന് തോന്നുന്ന വ്യക്തിയോ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരെയൊക്കെ എടുത്തോട്ടെ. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിശ്ചയിക്കപ്പെട്ട ഹൈക്കമാൻഡിന്റെ ഭാഗമായ ഹൈക്കമാൻഡ് തന്നെയായ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയായിട്ട് വരണം. അപ്പോൾ ഇത് മുന്നിലത്തെ വാതിലിലൂടെയല്ല, പിൻവാതിലിലൂടെ ഒരാൾക്ക് കടന്നു വരേണ്ടി വരുന്നു. ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം എത്രയൊക്കെ തന്നെ ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും ഇന്നിപ്പോൾ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു, ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം വന്നിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ, ഒന്ന്, പൂഴ്ത്തിവയ്പ് തടയുന്നതിന് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അതിനെതിരെ ജാഗ്രത വേണമെന്ന് പറഞ്ഞു. ഇന്ന് ഈ ഒരു 2 ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ള നിർണായകമാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? നമ്മളൊരു ഗവൺമെന്റിനെ രൂപീകരിക്കാനായിട്ട് ഒരു മുന്നണിക്ക് നമ്മൾ ഒരു വിധി നൽകിയതാണ്. ആ വിധി നൽകിയിട്ട് ഇപ്പം നമുക്കൊരു ഗവൺമെന്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ ഗവൺമെന്റ് ഇല്ലാത്ത അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 2 ദിവസം വരെ ഇവിടെ ഈ സ്വാഭാവികമായിട്ട് ഈ കച്ചവടത്തിലേക്ക് ഏർപ്പെടുന്നവർ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അവർ ഒരു നല്ല അനുകൂലമായ സാഹചര്യം ഉണ്ടാവും, പൂഴ്ത്തിവയ്പ്പുകളുണ്ടാവും. അപ്പൊ യുദ്ധം എന്ന് പറയുന്ന ഈ ഒരു സംഗതി ലോകത്തിലെല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അത് നമ്മളെയും ബാധിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ഇവിടെ ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഓരോ നിമിഷവും. പക്ഷേ ഇവിടെ നമ്മൾ വീണ്ടും ജനാധിപത്യത്തിന്റെ സംവിധാനം, സൗന്ദര്യം എന്നൊക്കെ പറയുന്നു. ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വൈകൃതത്തെ സൗന്ദര്യമായിട്ട് ആസ്വദിക്കുന്നവർക്കല്ലാതെ ഇതിനെ ജനാധിപത്യ സംവിധാനത്തിന്റെ സൗന്ദര്യം എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പഴയ KPCC പ്രസിഡന്റുമാരെയും ഒരുപാട് പേരെയും വീണ്ടും അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്? കെ മുരളീധരൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, എന്നാലും നാളെ അദ്ദേഹം പോകുന്നുണ്ട്. VM സുധീരൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു, തന്റെ അഭിപ്രായം വ്യക്തമായിട്ട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിച്ച തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പൊ വീണ്ടും ഒരു നാടകം. ഇതെല്ലാം നാടകമാണ്. ഈ നാടകങ്ങൾ എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുന്നു, എന്തോ മഹാസംഭവം. എന്താണ് ഇതിനകത്ത് മഹാസംഭവം ചർച്ച ചെയ്യാനുള്ളത്? ഇതൊരു ജനാധിപത്യ സംവിധാനമാണെന്നുണ്ടെങ്കിൽ ആ ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രൊസീജിയർ പാർട്ടിക്ക് നിലവിലുള്ളതല്ലേ, അത് ചെയ്താൽ പോരെ. അതല്ല,
ഇനി ഏതെങ്കിലും ഈ മത്സരിക്കാത്ത ഒരു കക്ഷി ഇതിനകത്ത് മുഖ്യമന്ത്രിയായിട്ട് വരണം എന്ന് താല്പര്യമൊന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം മത്സരിച്ചില്ല? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് രംഗപ്രവേശം ചെയ്തില്ല? ഇത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇവിടെ പിൻവാതിലൂടെ വരുന്നത് ഇവിടെ നമ്മളുടെ മുമ്പിലുള്ള ഒരു ചോദ്യം ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള ഒരു 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 മൽപ്പിടുത്തമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് എന്ത് ജയിക്കുന്നു എന്നുള്ളതാണ്. അധാർമികത ജയിക്കുന്നോ അതോ ധാർമ്മികത ജയിക്കുന്നോ എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത്, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആന്തരികമായ സൗന്ദര്യമാണെങ്കിലും ബാഹ്യമായ സൗന്ദര്യമാണെങ്കിലും അത് വളരെ സൂക്ഷ്മമായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ സൗന്ദര്യം നിലനിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ നമ്മള് ശരിക്കും സംഭവിക്കുന്നത് ജനായത്തത്തിന്റെ സൗന്ദര്യത്തെ അല്ല, ജനായത്തത്തിന് ഇവിടെ നമ്മൾ അധാർമികതയാണ് ജയിക്കുന്നതെങ്കിൽ നമ്മളുടെ ജനായത്ത സംവിധാനത്തിന് പക്ഷാഘാതം പിടിക്കുകയാണ്. മാത്രവുമല്ല, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ അദ്ദേഹത്തിലൂടെ തന്നെ ഇവിടുത്തെ സംഘടന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു വലിയൊരു മണിയാണ് അടിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര തന്നെ ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാൽ പോലും വിശദമായി പോവാം. അത് അധാർമികതയാണ് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് താങ്കൾ പറയുന്നു.